ക്യാമ്പിലെ ചർച്ചകൾ വളരെ ആത്മവിശ്വാസം തുളമ്പുന്ന ചർച്ചകളായി. പാർലമെന്റ് ഇലക്ഷന്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം പാർട്ടിയുടെ മൂന്നാമത്തെ യോഗമാണ്. ഇത് ക്യാമ്പ് എക്സിക്യൂട്ടീവായിട്ടാണ് 2 ദിവസം വരാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റക്കെട്ടായി വളരെ കേബിളായി നേടാൻ വേണ്ടിയിട്ടുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പാർട്ടി ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഈ ക്യാമ്പ് 2 ദിവസത്തെ ഈ ക്യാമ്പ് കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യം ഉയർത്തിപ്പിക്കുന്ന വരുന്ന ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ സജ്ജമാക്കത്തക്കവണ്ണം പാർട്ടി മിഷനറിയെ ഊർജ്ജസ്വലമാക്കുന്നതിന് സഹായകമാകുന്ന ക്യാമ്പായിരുന്നു. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഈ കാലഘട്ടത്തിന്റെ ഗൗരവമായി പാർട്ടി ദേശീയ തലത്തിൽ പാർട്ടി തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ ആർജവത്തോടുകൂടി ആ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാനും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എല്ലാവരും നൽകിയത്. അത് എന്തായാലും പാർട്ടി ലീഡർഷിപ്പ് അത് വളരെ ഗൗരവമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ നേരിടാൻ പാർട്ടി കൂടുതൽ കരുത്തോടെ സജ്ജമാക്കുന്ന ഒരു ക്യാമ്പായിരിക്കാം. അതൊന്നും ഇല്ലാതെയുള്ള ഒരു നല്ല ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷയോടെയാണ് എല്ലാവരും ആത്മവിശ്വാസം എല്ലാവരും ക്യാമ്പിൽ നിന്ന് മടങ്ങുന്നത്. എല്ലാവർക്കും ഇത് സന്തോഷം നൽകുന്ന ഒരു ചടങ്ങായിട്ട് ഈ ഇലക്ഷനുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള വിജയം നല്ല ആവേശം നൽകിയിട്ടുണ്ട്. വരാൻ പോകുന്ന ബൈ ഇലക്ഷൻ നമ്മളാ വിജയമാകുന്നത് വൻ വിജയമാകും. അത് 2 ദിവസങ്ങളിൽ കൂടി ആലോചിച്ച് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. എന്നാണ് പ്രഖ്യാപിക്കാതെ കുറിച്ചിട്ട് ഒരു കൃത്യമായ വ്യക്തതയും വന്നിട്ടില്ല. ഏതായാലും കോൺഗ്രസ് തയ്യാറാകും ഈ ബൈ ഇലക്ഷനുകളിലെല്ലാം നേരിടാൻ. ഐക്യജനാധിപത്യ മുന്നണി കേരളം തയ്യാറാകും. ഞങ്ങള് കഴിഞ്ഞ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയ തുടങ്ങിയിട്ടേ ഇല്ല. ഇന്നാണ് ആദ്യമായിട്ടൊരു യോഗം താഴെ യുദ്ധത്തിൽ നടക്കുന്നത്. അതും പ്രാരംഭ യോഗം മാത്രമാണ് പാർട്ടിയുടെ. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടി മിഷനറി സജ്ജമായിരിക്കും.